അങ്കോളയിൽ അർജുനെ 160 മണിക്കൂർ കഴിഞ്ഞിട്ടും 7 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ സൈന്യം അവിടെ വന്നു ചേർന്നു. NDRF ഉണ്ട്. ഇവിടെ നിന്ന് പോയ ചില അന്വേഷണ സംഘങ്ങളുണ്ട്. അവിടുത്തെ പോലീസ് രംഗത്തിലുണ്ട്. സാറ്റലൈറ്റ് മുഖേന അവിടെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സ്പോട്ടിൽ വന്നു. അവിടുത്തെ റവന്യൂ മന്ത്രി അവിടുത്തെ സ്ഥലത്ത് വന്നു. അവിടുത്തെ MLA അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ SP-യും ജില്ലാ കളക്ടറും സ്പോട്ടിലുണ്ട്. നമ്മുടെ ഇവിടുന്ന് കോഴിക്കോട് നമ്മുടെ MP അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷേ GPS ആ മെസ്സേജ് അല്ലെങ്കിൽ GPS മുഖേന ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ ലോറിയും കണ്ടില്ല, അർജുനെയും കണ്ടിട്ടില്ല. ഈ അങ്കോളയിലെ ഒരു വലിയൊരു പ്രകൃതി ദുരന്തമാണ് അവിടെ ഉണ്ടായത്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്തോട്ടാണ് ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. മുകളിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ നീളത്തിലെ മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് ആ ബൈപ്പാസ് റോഡിൽ അല്ലെങ്കിൽ ഹൈവേ റോഡിൽ 4 വരി പാതയുള്ള ഹൈവേ റോഡിലേക്ക് വന്ന് അതിൻ്റെ സൈഡിലുള്ള കടകളും മറ്റും ഒലിച്ച് ആ നദിയിൽ ആഴമുള്ള നദിയിലേക്ക് വന്നു. നദിയുടെ മറുകരയിലുള്ള കുറേ വീടുകൾ തൂത്തുപിറക്കി കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത്ര ഭീകരമായ ഒരു മലയിടിച്ചിലാണ് അവിടെ ഉണ്ടായത്. അതിനകത്ത് വളരെയധികം ആളുകൾ പെട്ടു. പക്ഷേ ആ മല ഇടിഞ്ഞു വന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന അർജുൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ മണ്ണ് വീണെന്നായിരുന്നു നമ്മളൊക്കെ ധരിച്ചു വച്ചിരുന്നത്. പക്ഷേ ആ മണ്ണുകൾ 3-4 ദിവസത്തെ പരിശ്രമഫലമായി മാറ്റിത്തീർന്നു. റോഡിൻ്റെ സൈഡിൽ വന്ന് കുമിഞ്ഞു കിടന്ന മണ്ണുകൾ മാറ്റിത്തീർന്നിട്ട് അതിനകത്ത് അർജുൻ്റെ വാഹനമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വെള്ളത്തിലില്ലായിരുന്നു നേരത്തെ എന്ന് പറയുന്നെങ്കിലും വെള്ളത്തിലേക്ക് അത്രയും ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ മല ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പതിച്ച അതിൻ്റെ ആഘാതം അതിൻ്റെ മറുകരയുള്ള റോഡിൻ്റെ കൈഡിലുണ്ടായിരുന്ന വീടുകൾ ഒലിച്ചുപോയി എന്നുള്ളതാണ്. അത്ര ശക്തമായ പ്രകൃതിക്ഷോഭവും അതിനോടൊപ്പം തന്നെ ആ വഴി പോയി ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ലൈന് അത് പൊട്ടിത്തെറിച്ച് അവിടെ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ അവിടെ വന്നു ചേർന്ന ലോറികൾ പാർക്ക് ചെയ്യുന്ന കോഴി ഗ്യാസ് കുറ്റിയുള്ള നിറച്ച ലോറി ഉണ്ടായിരുന്നു എന്നും അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ ഇപ്പോൾ കഥകൾ വെളിയിലോട്ട് വരികയാണ്. ഇപ്പോൾ റോഡിൽ കുമിഞ്ഞുകൂടിയിരുന്ന മണ്ണ് മാറ്റി തീർന്നു. 6-7 ദിവസം എടുത്തെങ്കിലും അവിടെയൊന്നും ലോറി കണ്ടില്ല. ലോറി തിരിച്ച് അത്രയും ഉയരത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മണ്ണ് റോഡിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് അത് തെന്നി റോഡിലുള്ള സർവ്വ വസ്തുക്കളുമായും ആ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വെള്ളത്തിൽ അക്കരെ കരയ്ക്കും ഇടയ്ക്ക് അക്കരയിലെ റോഡിനും ഈ ഹൈവേ റോഡിനും ഇടയ്ക്കുള്ള നദി വളരെ ആഴമുള്ളതും അതോടൊപ്പം തന്നെ അത് ഏകദേശം 3/4 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം വീതി ആ നദിക്കുണ്ട്. ആ നദിയുടെ നടുക്ക് ഒഴുക്കുള്ള ആഴമുള്ള ആ നദിയുടെ നടുക്ക് ചില കുന്നുകൾ രൂപപ്പെട്ട് കിടക്കുന്നത് ഇപ്പോൾ കാണാം. അത് മല ഇടിഞ്ഞു വന്ന് റോഡിൽ നിന്ന് തെന്നിപ്പോയ മണ്ണ് ആ ആഴമുള്ള പുഴയിൽ നദിയിൽ കര സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ബൃഹത്തായ കരയാണ് ഇപ്പം നമുക്ക് സാറ്റലൈറ്റ് ദൃശ്യത്തിൽ കാണുന്നത്. ആ കരയിൽ അങ്ങനെ രൂപം കൊണ്ട കരയുടെ അവിടെ 4-5 പേര് റെസ്ക്യൂവിന് തയ്യാറായി അവിടെ പരിശോധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും അവിടെ മല ഒന്നിച്ചിടിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ മഴയ്ക്ക് ശമനമില്ല. ആ മലയുടെ മുകളിൽ നിന്ന് ഉറവകൾ പൊട്ടി നിരന്തരം താഴോട്ട് ഒലിച്ചു വരുന്നത് നമുക്ക് കാണാം. ഏതായാലും 160 മണിക്കൂർ ഇന്ന് ഏകദേശം ഈ 10 മണി 11 മണിക്ക് കഴിഞ്ഞിരിക്കുന്നു. അർജുനെ ജീവനോടെ കിട്ടാനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് മുകളിൽ നിന്നും മണ്ണ് വന്ന് റോഡിലുള്ള വാഹനങ്ങളും കടകളും എല്ലാം അത് തൂത്ത് മിനുക്കി അത് വാരി തെറ്റി അത് പുഴയിൽ വീണ് പുഴയിൽ അത്രയും ഭീകരമായ അത്ര ഉയർച്ചയുള്ള ആഴമുള്ള ഒരു കുന്ന് സൃഷ്ടിക്കുന്നെങ്കിൽ
തീർച്ചയായിട്ടും ഈ വെഹിക്കിള് പുഴയിൽ വീണിരിക്കാം. പുഴയിൽ വീണാൽ ആ പുഴയുടെ അതിശക്തമായ ഒഴുക്കുകൊണ്ട് അവിടുന്ന് തെന്നി മാറി അത് പുഴയുടെ ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകാം. ഈ സ്ഥലങ്ങളിലൊന്നും ഇനി ആ ലോറി കാണാനുള്ള സാധ്യത വളരെ കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്. ഇന്നാണ് അവിടുത്തെ ആ ഭീകരമായ ആ അന്തരീക്ഷത്തെപ്പറ്റി കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചത്. എന്തായാലും സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു കേസ് ഫയൽ ചെയ്ത് ലിസ്റ്റ് ചെയ്തു. അത് ജസ്റ്റിസ് വിക്രനാഥിൻ്റെ ബെഞ്ചിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യൻ സൈന്യം ഇവിടെ ഏകദേശം 40 പേരോളം എത്തിയിട്ടുണ്ട്. NDRF 17 പേരുണ്ട്. കേരളത്തിൽ നിന്ന് പോയി രക്ഷപ്പെടുത്താനുള്ള സംഘങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ കേരളത്തിലൊരു DYSP ഉണ്ട്. അവിടുത്തെ SP, അവിടുത്തെ ജില്ലാ കളക്ടറും ഉണ്ട്. എന്തായാലും ശരി, വളരെ അധികം ശ്രമകരമായ പണികൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ. അവരുടെ ആത്മാർത്ഥത, അവരുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതെന്ന് നമ്മൾ കരുതണം. കാരണം നേരത്തെ ഉണ്ടായ പോലെ സംഭവങ്ങൾ മലയിടിഞ്ഞ് ഒന്നിച്ച് വീണ്ടും റോഡിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ മനസ്സിൽ വേണം. അതോടൊപ്പം തന്നെ ആ വീട്ടിലെ ഈ അർജുൻ്റെ വീട്ടുകാരുടെ സങ്കടവും വിഷമതകളും ഒക്കെ നമ്മൾ 6-7 ദിവസം കേരളത്തിൻ്റെ നമ്മുടെ എല്ലാവരും വികാരമായി, സങ്കടമായി, ദുഃഖമായി നമ്മളത് കാണുന്നുണ്ട്. എന്തായാലും കേരള സർക്കാരും അതുപോലെ കർണാടക സർക്കാരും ഇന്ത്യൻ ആർമിയും ഒക്കെ വന്നിട്ടുണ്ട്. ISRO അവർ സാറ്റലൈറ്റ് കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം കരയിലില്ല, വെള്ളത്തിൽ തന്നെയാണ് ലോറി പോയിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലോട്ട് എത്തേണ്ടി വരും. വെള്ളത്തിൽ വീണ അതിശക്തമായ വെള്ള ഒഴുക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ രൂപം കൊണ്ട ആ കരയുടെ അടിയിലുണ്ടാകാം, അല്ലെങ്കിൽ അവിടുന്ന് തെന്നി മാറി ഒഴുകി താഴോട്ട് പോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.